റളിയല്ലാഹു അൻഹ പറയുന്നു, ഖൂലു ഇന്നഹു ഖാതമുൽ അംബിയായി വലാ തഖൂലു ലാ നബിയ ബഅദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖാതമുൽ നബിയീൻ അംബിയ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞോ, പക്ഷേ അദ്ദേഹത്തിന് ശേഷം നബിയില്ല, ലാ നബിയ ബഅദഹു എന്ന് നിങ്ങൾ പറയരുത്. ഇത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. ദുറുൽ മൻസൂറും തഖ്വീൽ മജ്മുൽ ബിഹാറിൽ എല്ലാം തന്നെ ഉണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞ അർത്ഥം ഇത് ശരിയാണ് എന്ന് മുമ്പുള്ള പണ്ഡിതന്മാർ സമ്മതിച്ചിട്ടുണ്ട്. അതിന് 267 ഹിജ്രിയിൽ വഫാത്തായ ഷെയ്ഖുൽ ഇമാം ഇബ്നു ഖുത്തൈബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലൈസ ഹാദാ മിൻ ഖൗലിഹി നാഖിസൻ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നബിയ ബഅദഹു. ഇത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത് റസൂൽ തിരുമേനിയുടെ ഖൗലിന് എനിക്ക് ശേഷം നബി ഇല്ല എന്നുള്ളതിന് എതിരല്ല. കാരണം എന്താണ്? ലിഅന്നഹു അറാദ ലാ നബിയ ബഅദി യൻസഖു മാ ജീതു ബിഹി. എത്ര കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അർത്ഥമാക്കിയിട്ടുള്ളത് റസൂൽ തിരുമേനിയുടെ ശറഹിനെ മൻസൂഖാക്കുന്ന, ദുർബലപ്പെടുത്തുന്ന, ഇല്ലാതാക്കുന്ന ഒരു നബി വരില്ല എന്നാണ്. ഇവിടെ കുറെ പണ്ഡിതന്മാരുടെ ഉത്തരങ്ങൾ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ മറ്റു പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രയോ ഉണ്ട്. പക്ഷെ എനിക്കിതെല്ലാം തന്നെ നീട്ടി പറയാൻ കഴിയാത്തത് കൊണ്ട്, അതേപോലെ തന്നെ സമയം കുറവായതുകൊണ്ട്, ഇവിടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വന്യസ്ഥാപകർ റസൂൽ തിരുമേനി പ്രവചനം ചെയ്ത വാഗ്ദത്ത മഹദി ഇമാം എഴുതിയ ഹമാമത്തുൽ ബുഷ്റ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം ഖാതമുൻ നബിയീൻ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഇവിടെ വായിച്ചിരുന്നു. ഹമാമത്തുൽ ബുഷ്റ എന്റെ അടുത്തുണ്ട്. അദ്ദേഹം വായിച്ചതൊക്കെ വായിച്ചത് തന്നെയാണ്. വായിച്ചതിലൊന്നും തെറ്റില്ല. 2 വരി മുമ്പ് വായിക്കണമായിരുന്നു, അതിനുശേഷവും വായിക്കണം. ഹദ്റത്ത് മിർസാ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം റസൂൽ തിരുമേനി പറഞ്ഞ ഖാതമുൻ നബിയീനും, അതേപോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഖാതമുൻ നബിയീനും റസൂൽ തിരുമേനി പറഞ്ഞ ലാ നബിയ ബഅദിയും ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഇവിടെ മുല്ലാലിൽക്കാരിയുടേത് കേൾപ്പിച്ചു. അതേപോലെ തന്നെ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എന്താണ് റസൂൽ തിരുമേനിയിൽ നിന്ന് പഠിച്ചത്, അത് ഞാൻ ഇവിടെ കേൾപ്പിച്ചു. അതേപോലെ തന്നെ എത്രയോ മുഫസ്സിരീങ്ങൾ, എത്രയോ പണ്ഡിതന്മാർ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഖാതമുൻ നബിയീൻ അവർ അംഗീകരിക്കുന്നു, ലാ നബിയ ബഅദി അവർ അംഗീകരിക്കുന്നു. എന്നിട്ട് പോലും അവരെന്താണ് പറയുന്നത്? എന്നാലും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരീഅത്തോട് കൂടിയിരിക്കുന്ന നുബുവത്താണ്. ഹദ്റത്ത് മുഹീദ്ദീൻ ഇബ്നുൽ അറബി فإن النبوة التي انقطعت بوجود رسول الله صلى الله عليه وسلم إنما النبوة التشريع. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന അറ്റുപോയിരിക്കുന്ന നുബുവത്ത് എന്നുള്ളത് അത് തശ്രീആയിരിക്കുന്ന നുബുവത്താണ്. അതായത് പുതിയ ശരീഅത്തിന്റെ നുബുവത്താണ്. ലാ മഖാമഹ, അതിന്റെ സ്ഥാനമല്ല. ഫലാ ശർഉ യകൂനു നാസിഖൻ ലിശർഇ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ശർഇനെ കൊണ്ടുവന്ന ഈ ശരീഅത്തിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഇല്ലാതാക്കുന്ന ആൾ വരില്ല എന്നുള്ളതാണ്. ഹദ്റത്ത് മിർസാ ഗുലാം അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നീതി പുലർത്തുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് മാന്യമായി പറയട്ടെ, ഈസ എന്ന് തുടങ്ങുന്നതാണ് അദ്ദേഹം വായിച്ച ഹമാമത്തുൽ ബുഷ്റ എന്നുള്ള ഈ പുസ്തകത്തിന്റെ ഹെഡിങ്. അതിന്റെ ഹെഡിങ് അല്ല, ഖണ്ഡികയുടെ തുടക്കം. എന്നിട്ട് ഹസ്രത്ത് മിർസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി ഇറങ്ങി ഇന്നത്തെ ഈ വീക്ഷണ പ്രകാരം റസൂലൻ ഇലാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലേക്ക് വന്ന ഈസാ നബി ഇവിടെ വീണ്ടും റസൂലുള്ളാഹിക്ക് ശേഷം വീണ്ടും വരും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം തുടർന്ന് എഴുതുന്നു, ഈസാ നബി വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ എല്ലാവിധ ശർഇനെയും മൻസൂഖ് ചെയ്യേണ്ടി വരും. വയൻസഖു ബഅദു അഹ്കാമിൽ ഖുർആൻ എല്ലാം അടുത്ത പേജിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ തിരുമേനിയുടെ ശർഇനെ മൻസൂഖ് ചെയ്യുന്ന, അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആനെ മാറ്റുന്ന, അതിൽ കൂട്ടലുകളോ കുറത്തലുകളോ നടത്തുന്ന, പുതിയതായി ഇവിടെ ഇൽഹാം വിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും ഇവിടെ ഇറങ്ങി പുതിയ രീതിയിൽ പ്രബോധനം നടത്തുന്ന ഒരു മസീഹ് വരിക എന്നുള്ളത്, പുറമേ നിന്നുള്ള ഒരു മസീഹ് വരിക എന്നുള്ളത് റസൂൽ തിരുമേനി ഖാതമുൻ നബിയീനും ലാ നബിയ ബഅദിക്കും എതിരാണ് എന്നാണ് ഹമാമത്തുൽ ബുഷ്റയിൽ പറഞ്ഞത്. ഇത് മുല്ലാ അലിൽക്കാരി പറഞ്ഞതാണ്, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഹദ്റത്ത് മുഹീദ്ദീൻ ഇബ്നു അറബി പറഞ്ഞതാണ്, അതേപോലെ തന്നെ ഹസ്രത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ
അബ്ദുൽ കരീം ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. മുഹദ്ദസ് ദഹ്ലവി ഷാ വലിയുള്ള മുഹദ്ദസ് ദഹ്ലവി പറഞ്ഞതാണ്. ഇതെല്ലാവരും പറയുന്നു. ഖാത്തമുൻ നബിയെ അംഗീകരിക്കുന്നു, ലാ നബിയെ ബഅദി അംഗീകരിക്കുന്നു. അതിന്റെയൊക്കെ അർത്ഥം ഇവിടെ പുതിയൊരു നുബുവത്ത് പാടില്ല, പുതിയൊരു നബി, അത് റസൂൽ തിരുമേനി ഉമ്മത്തിൽ നിന്ന് അല്ലാത്ത പുറത്തു നിന്ന് വരാൻ പാടില്ല എന്നാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന് വരാം, ആ ശരീഅത്തിനെ പിൻപറ്റിക്കൊണ്ടുവരാം. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ പറഞ്ഞ ഈസാ നബി പ്രശ്നമില്ല. കാരണം എന്താണ്? ഈസാ നബി റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്നാണ്, അല്ലെ റസൂലുള്ളാഹിന്റെ ശരീഅത്തുമായിട്ട് പ്രബോധനം ചെയ്യുന്നത്. പക്ഷെ ഈസാ നബി വരുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് ഇമാമുക്കും മിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇമാമായി എന്നാണ്. നിങ്ങളിൽ നിന്ന് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞപ്പോൾ അതിന് ഇൻഷാ അല്ലാഹ് മൗലവി സഭയിലുള്ള ആകാശം എന്നുള്ള ഹദീസിനെ സംബന്ധിച്ചൊക്കെ പറയും. ഇപ്പോൾ അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വന്യസ്ഥാപകർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞ അതേ അർത്ഥം. ഹമാമത്തെ കുറിച്ച് ഞങ്ങൾ കാണാത്തതുകൊണ്ടല്ല, ഞങ്ങൾ കണ്ട് മുമ്പും ഞങ്ങൾ വായിച്ചു ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലായി. അതും കൂടി വായിച്ചാൽ മതി. അത് ഞാൻ പറയുന്നു, പുസ്തകത്തിന് തുടക്കം വായിക്കണമെന്നില്ല, നിങ്ങൾ തുടങ്ങിയ ആ ഖണ്ഡികയുടെ പ്രാരംഭം, എന്നിട്ട് ആ ഖണ്ഡിക ഒന്ന് തീർത്താൽ മതി. അതിൽ വ്യക്തമായി പുതിയൊരു ശരീഅത്തിന്റെ നബിയെ സംബന്ധിച്ചല്ലേ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അദ്ദേഹം പറഞ്ഞു അതേപോലെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇടയിൽ നിന്ന് എടുത്തു പറഞ്ഞു, അതിലൊരു തിരുത്തും വരുന്നിട്ടില്ല. പക്ഷെ എന്താണ് മുഫസ്സിരീങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഹസ്രത്ത് മിർസ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, और ये कहना के नुबुवत का दावा किया किस कदर जहालत, किस कदर हिमाकत और किस कदर हक से खुरूज है. ഞാൻ നുബുവത്തിന്റെ വാദം വാദിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം മടയത്തരമാണിത്. കാരണം നുബുവത്ത് എന്ന് അർത്ഥമാക്കുന്നത് റസൂൽ തിരുമേനിയെ വിട്ടുകൊണ്ട്. തുടർന്ന് പറയുന്നു ഏനാദാനോ मेरी मुराद नुबुवत से ये नहीं कि मैं नऊज़ बिल्लाह आसर सल्लल्लाहु अलैहि वसल्लम के मुकाबिले में खड़े होकर नुबुवत का दावा करता हूं. ഇതാണ് വളരെ വ്യക്തമായി ഏത് നുബുവത്തിനെയാണ് നിഷേധിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നില്ലേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിൽ ഞാനൊരു നുബുവത്തും ഇവിടെ പറയുന്നില്ല, ഞാൻ നുബുവത്തും ഇവിടെ വാദിക്കുന്നില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ ജിസ് നഗാ मैंने नुबुव्वत या रिसालत से इंकार किया है, सिर्फ इन मानों से किया कि मैं मुस्तकिल तौर पर कोई शरीयत लाने वाला नहीं. ഞാൻ എവിടെയെല്ലാം നുബുവത്തിനെയും റിസാലത്തിനെയും നിഷേധിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ സ്ഥിരമായി ഔദ്യോഗിക പുതിയൊരു നുബുവത്തിനെ സംബന്ധിച്ച്. പക്ഷെ റസൂൽ തിരുമേനിയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് റസൂൽ തിരുമേനി നുബുവത്തിൽ തന്നെ പ്രതിച്ഛായക്കൊണ്ടുള്ള ആ നുബുവത്തിനെ പിൻപറ്റിക്കൊണ്ടുള്ള നുബുവത്തിനെ ഞാൻ ഒരിക്കലും തന്നെ നിഷേധിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖാത്തമുൻ നബി എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ സയ്യിദ് റളിയല്ലാഹു അൻഹുവായിട്ട് സംബന്ധപ്പെടുത്തിക്കൊണ്ട് സംഭവം പറഞ്ഞു. അങ്ങനെ അവസാനം സൈനബ് ബീവിയെ കെട്ടാതിരുന്നാൽ സൈനബ് ബീവിയെ അതല്ലെങ്കിൽ സയ്യിദിനെ ഇവിടെ വളർത്തുപുത്രനാണ്, ആ ദത്തുപുത്രനെ പുത്രനല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് നടപ്പിൽ വരുത്താൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സയ്യിദ് വിവാഹമോചനം ചെയ്ത സയ്യിദിനെ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിക്കണമായിരുന്നു. കാരണം ഇനിയൊരു നബി വരാനില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതും ഹദീസിൽ പഠിച്ചിട്ടില്ല എന്നാണ്. ഈസാ നബിയെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞ എന്താണ്, ഒരു ജോലി എന്താണ്, വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ഇവിടെ ഇവിടെ ഇനിയൊരു നബിയും വരാനില്ല കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഹദീസിന് അറിയാത്തോണ്ടല്ലേ. ഈസാനിയുടെ ഒരു ജോലി എന്താ അറിയാമോ, യതസവ്വജു വയൂലദു ലഹു, അദ്ദേഹം കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവുന്ന വിവാഹം കഴിക്കും ഈസാ നബി. വളരെ വ്യക്തമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, വിവാഹമെങ്കിലും ഈസാ നബി വിട്ടുകൊടുത്തൂടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ പ്രസംഗം കേട്ടവർക്ക് എന്റെ മറുപടി പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിശുദ്ധ ഖുർആൻ ആദ്യം സെയ്ദ് എന്നുള്ള മകനെ ദത്തുപുത്രനായി സ്വീകരിച്ചു. പണ്ട് കാലത്ത് അറബിലൊക്കെ ദത്തുപുത്രൻ എന്നുള്ളത് അത് മകനായി അവകാശപ്പെടാറുണ്ടായിരുന്നു. പിന്നീട് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കി, എന്താണ് ദത്തുപുത്രൻ നിങ്ങളുടെ മക്കളല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിദ്ധാന്തത്തെ തകർക്കുന്നതിന് വേണ്ടി ദത്തുപുത്രൻ മകനല്ല എന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്തതിനു ശേഷം വിവാഹം ചെയ്തതിനെ സംബന്ധിച്ച് ഇവിടെ എതിർപ്പുണ്ടായപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങി, മാകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലിക്കും, കാരണം ദത്തുപുത്രൻ എന്നുള്ളത് പുത്രനല്ല,
നിങ്ങളുടെ ഒരു പുരുഷന്റെയും പിതാവല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലാകിർ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ, പക്ഷേ അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനും അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ഖാതമുൻ നബിയീനും അവസാനത്തെ നബിയുമാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഇനി അതുകൊണ്ട് കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം ഉണ്ടായത്? ഇനി ഒരു നബി വരാനില്ലാത്തത് കൊണ്ട്, റസൂലുള്ള അവസാന നബി ആയതുകൊണ്ടാണ് ഈ വിവാഹം ചെയ്ത് കാണിച്ചത് എന്ന് മറുപടി പറയാൻ വേണ്ടിയാണ് ഈ ആയത്തിറങ്ങിയത് എന്നാ പറയുന്നത്. ഞാൻ പറയുന്നു മറുപടി പറയേണ്ടതില്ല, പറഞ്ഞാൽ മതിയല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മതി, സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സക്കാത്ത് കൊടുത്ത് കാണിച്ചിട്ടില്ല. ഏറ്റവും 5 കാര്യങ്ങളിൽ, ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ പറയുന്നത് 5 എണ്ണമാണ്. ബുനിയൽ ഇസ്ലാം അല ഖംസി എന്നാണ്. 5 കാര്യങ്ങളിലാണ് ഇസ്ലാം. അത് പഠിപ്പിക്കുക എന്നാണല്ലോ റസൂലുള്ളാഹിന്റെ പ്രഥമമായ കടമ. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുന്നത്? വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം കൂടിയാണ്. സക്കാത്തിന്റെ കണക്കുകൾ അത് സ്വർണത്തിന്റെ അടിസ്ഥാനത്തിൽ വേണോ, വെള്ളിയുടെ അടിസ്ഥാനത്തിൽ വേണോ, അത് വേണോ, ഇത് വേണോ? ഇവര് പറയുന്നത് അതെല്ലാം ചെയ്ത് പ്രാക്ടിക്കലായിട്ട് കൊടുക്കണം. അത് പറഞ്ഞ പോരാ. ഇവിടെ ഇത് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സെയ്ദ് നിങ്ങളുടെ പിതാവിന്റെ സെയ്ദ് അല്ല, അതിൽ ദത്തുപുത്രന്മാർ പുത്രനെല്ലാം ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പോരാ, പ്രാക്ടിക്കൽ വേണം. എന്നാൽ നമസ്കാരം റസൂലുള്ളാഹി കാണിച്ചു തന്നു, നോമ്പ് റസൂലുള്ളാഹി കാണിച്ചു തന്നു, ഹജ്ജും റസൂലുള്ളാഹി കാണിച്ചു തന്നു, സക്കാത്ത് ഇന്നും കൊഴിഞ്ഞു പോയ പ്രശ്നം റസൂലുള്ളാഹി കാണിച്ചു തന്നു. സക്കാത്തിന് എന്താ അറിയോ? നിസാബ് എത്തണം, 1 വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഷർത്തുണ്ട്. സക്കാത്ത് കൊടുത്തിട്ട് ഷർത്ത് എത്തിയിട്ടില്ല, റസൂലുള്ളാഹി അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞാൽ മതി. പിന്നെ വിവാഹം എന്നുള്ള കാര്യം അത് നമുക്ക് ഈസാ നബിക്ക് വിടാമായിരുന്നു. യതസവ്വജു വയൂലദു ലഹു, അദ്ദേഹം വിവാഹം കഴിക്കും, മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ആയത്തിനെ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. ഇനി അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം റസൂലുള്ളാഹിനെ പിൻപറ്റിക്കൊണ്ട് ഇവിടെ നബിമാർക്ക് വരാമെന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഇനി ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഖാതമുൻ നബിയീൻ എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഇനി ഒരു വിധത്തിലുള്ള നബിയും, അതായത് 1,24,000 പ്രവാചകന്മാർ വന്നു. ഒന്നാമത്തത് ആദം, രണ്ടാമത്തെ ഇങ്ങനെ നൂഹ്, ഇദ്രീസ്, ഇങ്ങനെ വന്ന് 1,24,001 നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടി എല്ലാം തന്നെ അവസാനിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒരു, അതായത് 1, 2, 3, 4, 5, ഞാൻ അതിനെ പറയാം അവൽ എന്നുള്ളതിന് ആഖിർ എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ച് എന്താണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് നോക്കുക. യളന്നു അന്ന ഖാതമൻ നബിയീൻ തഅവീലുഹു അന്നു ആഖിറുഹും മബഅസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ശൈഖ് അബ്ദുല്ലാഹി മുഹമ്മദുൽ ഹസനുൽ ഹകീം തിർമിദി എന്ന് പറഞ്ഞ മഹാൻ, അദ്ദേഹം വഫാത്തായത് 308 ഹിജ്രിയിൽ, കാരണം ഇന്നേക്ക് 1000 വർഷം മുമ്പ്. അദ്ദേഹം പറയുന്നു, ജനങ്ങൾ പൊതുവിൽ കരുതുന്നത് ഈ റസൂൽ തിരുമേനി ഖാതമുൻ നബി എന്നുള്ളത് അർത്ഥമാക്കുന്നത് അവസാനം, ലാസ്റ്റ്, അതായത് ഇനി 1,24,001 നബി, എങ്ങനെ എണ്ണി എണ്ണി വന്ന് അവസാനായി, ഇതിനാണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതുകൊണ്ട് എന്ത് സ്ഥാനമാണ് റസൂലുള്ളാഹിക്കുള്ളത്? ഇതിലെന്ത് ഇൽമാനുള്ളത്? അജ്ഞരും വിഡ്ഢികളുമായവരുടെ വ്യാഖ്യാനമാണിത് എന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വക്താക്കളല്ല പറയുന്നത്. ഇതെല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ. അതേപോലെ തന്നെ നമ്മുടെ ദേവബന്ദ് മദ്രസയുടെ സ്ഥാപകൻ മൗലാന മുഹമ്മദ് ഖാസിം സാ നാനൂത്തവി 1903 ഹിജ്രിയിൽ വഫാത്തായ അദ്ദേഹം പറയുന്നു, അവാം കെ ഖിയാൽ മേ തോ റസൂലുള്ളാഹ് കാ ഖാതം ഹോന ബായി മാനാ ഹൈ. ഖാതമുൻ നബി എന്നുള്ള ആയത്തിന് മാത്രം ഒരു ചെറിയ പുസ്തകം വ്യാഖ്യാനിച്ചു. പൊതുജനങ്ങൾ കരുതുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ എന്നുള്ളത് അർത്ഥമാക്കുന്നത് കെ സമാന അംബിയ സാബിക്കെ സമാനക്കെ ബഅദ്, കഴിഞ്ഞ പോയ എല്ലാ പ്രവാചകർക്കും ശേഷം, ഇങ്ങനെ ലൈനിൽ ഞാൻ ഇഷ്ടികയുടെ കാര്യം പറയാം, അവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഒരു അബ്സബ്മെ ആഖിരി നബി, എല്ലാത്തിനും ശേഷം വന്നൊരു നബി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അവാം, സാധാരണക്കാരെ സംബന്ധിച്ച്. മഗർ അഹ്ലെ ഫഹം പർ റോഷൻ ഹോഗ, ഈ ബുദ്ധിജ്ഞാനികളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, അവർക്കറിയാം തഖദ്ദും യാ തഅഖുർ സമാനി മേ ബിസ്സ കുച്ച് ഫസീലത്ത് നഹീ, മുമ്പോ പിമ്പോ വന്ന് എന്നുള്ളത് കൊണ്ട് ഒരു ശ്രേഷ്ഠതയും ഇല്ല.
ഫിർ മഖാമെ മദഹ്മെ, പിന്നെ റസൂൽ തിരുമേനി ഇവിടെ പുകഴ്ത്തിക്കൊണ്ട് ശ്രേഷ്ഠപ്പെടുത്തിക്കൊണ്ട് റസൂൽ തിരുമേനി മദഹിൽ വലാകിർ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ എന്നുള്ള ആയത്ത് പറയുന്നത് ഈ സൂറത്ത് മേ ക്യോങ്കർ സഹി ഹോ സക്താ ഹൈ, അതെങ്ങനെ ശരിയാകും? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതിന് റസൂൽ തിരുമേനിയുടെ ഒരു പോരിശയായിട്ടോ വലിയൊരു ഗുണമായിട്ടോ അല്ലെങ്കിൽ റസൂൽ തിരുമേനി മദഹോ അല്ലെങ്കിൽ മഹത്വമോ ആയിട്ട് പറയുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഇത് വെറും എണ്ണത്തിന്റെ പേരിലാണ് പറയുന്നതെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. പക്ഷെ അദ്ദേഹം പറയുന്നത് മഗർ മൈ ജാൻതാ ഹും कि अहले इस्लाम से किसी को ये बात गवारा न होगी. ഇസ്ലാമിലെ മക്കൾക്ക് ഒരു കുട്ടിക്ക് പോലും ഈ അർത്ഥം ഇങ്ങനെ 1, 2, 3 തണ്ടിൽ അവസാനം വന്ന 1,24,1 എന്ന് എണ്ണുന്നത് കൊണ്ടാണ് ഖാതമുൻ നബീൻ എന്ന് അർത്ഥമാക്കുന്നതിൽ ഒരു മുസ്ലിമിൽ ഒരു കുട്ടിയും തന്നെ സ്വീകരിക്കില്ല എന്ന് മുഹമ്മദ് ഖാസിം സാ നാനൂനത്തബി പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാഷ്യം എന്താണെന്ന് അറിയാമോ? अगर बिल फर्ज बाद जमाना नबी सल्लल्लाहु अलैहि वसल्लम कोई नबी पैदा हो, നിങ്ങൾ ഇവിടെ പുനരാഗമനമല്ല പറഞ്ഞത്, പുനരാഗമനമൊന്നുമല്ല. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഒരു നബി ജനിച്ചാൽ പോലും എന്താണ് പറയുന്നത്? पैदा हो तो फिर भी ഖാതമിയത്തെ മുഹമ്മദി में कुछ फर्क ना आएगा. മുഹമ്മദ് നബി ഖാതമുൻ നബീനാണ് എന്നുള്ളതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന്. അപ്പൊ അവസാന നബി എന്നാണോ അർത്ഥം? അതാണ് എന്റെ ചോദ്യം. ഒരു നബി ഇവിടെ ജനിച്ചാൽ പുനരാഗമനം പോകട്ടെ. ഇത് മുഹമ്മദ് ഖാസിം സാ നാനൂനത്തബി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അനുകൂലിയല്ല. നിങ്ങൾക്കറിയാം, ദേവബന്ദ് എന്നുള്ള മദ്രസ ഞങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നതാണ്. അതിന്റെ സ്ഥാപകൻ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഖാതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞു, ഫുള്ളിൽതു അലൽ അംബിയായി സിത്തീൻ, മറ്റ് പ്രവാചകന്മാരിൽ നിന്നും എനിക്കുള്ള ശ്രേഷ്ഠതകൾ 6 ഉണ്ട്. ഒരു സ്ഥലത്ത് 5 എന്ന് പറയുന്നു, 6 എന്ന് പറയുന്നു. അതിലൊന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ ഖാതമുൻ നബീനാണ് എന്നുള്ളതാണ്. ഫളീലത്താണ്, ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഒന്നാമത്തിനൊരു ഫളീലത്ത് ഉണ്ടാവില്ലേ? 1. രണ്ടാമത്തിന് ഫളീലത്ത് 2. രണ്ടാമത്തെ ആരുണ്ടാവില്ലോ? 2 ഉണ്ടാവില്ലല്ലോ. രണ്ടാമത്തത് എണ്ണത്തിൽ നിങ്ങൾ പറയുകയാണ് എന്ത് ശ്രേഷ്ഠത, എന്ത് മഹത്വം. ആരാണിത് പറഞ്ഞത് നമ്മളോട്? അതിൽ ശ്രേഷ്ഠതയുണ്ട്, മഹത്വം എന്നുള്ളത്. ഇതെല്ലാ ഉദ്ധരണി ഞാൻ കേൾപ്പിച്ചത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. ഇത് നമുക്കറിയാലോ, 1835 മീസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഭൂജാതനായത്. 1889 അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപിച്ചത്. അതിനൊക്കെ എത്ര മുമ്പുള്ള കാര്യങ്ങളല്ലേ? വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇനി വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? വിശുദ്ധ ഖുർആൻ റസൂൽ നമുക്ക് കേൾപ്പിച്ചു തരികയാണല്ലോ. അള്ളാഹു വഹി മുഖേന റസൂലുള്ളാഹി ജിബ്രീൽ മുഖേന അറിയിക്കുന്നു, റസൂലുള്ളാഹി അത് കേൾക്കുന്നു, സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം തന്നെ റസൂലുള്ള നബി ആയതിനു ശേഷമാണ്. ആർക്കും സംശയമില്ലല്ലോ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് ഓതിത്തരികയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. യാ ബനി ആദമ ഇമ്മാ യഅതിയന്നകും റസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി ഫമനിത്തഖാ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യാ ബനി ആദമ, ആദമിന്റെ മക്കളെ. റസൂലുള്ളാഹി വജ്ജത്തുൽ വിദായ പറഞ്ഞു കേട്ടിട്ടില്ലേ? നിങ്ങൾക്കൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളൊക്കെ, നിങ്ങളെ പിതാവ് ഒന്നാണ്. അതുകൊണ്ട് ആ പിതാവായ ആദമിന്റെ മക്കൾ നിങ്ങളോട് പറയുന്നു, മാനവ സമൂഹമേ, യാ ബനി ആദമ ഇമ്മാ യഅതിയന്നകും റസുലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നാൽ. ചിലപ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ജംഅ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ നബി വരണ്ടേ? അപ്പൊ എവിടെ 2 നബി എവിടെ, 3 നബി എവിടെ? ഞങ്ങളോടാ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ ഖുർആൻ ഞങ്ങൾ കൊടുത്ത അർത്ഥം ശരിയാണോ തെറ്റാണോ എന്ന് പറയാതെ 2ാമത്തെ നബി എവിടെ, 3ാമത്തെ നബി എവിടെ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ നേരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് നിങ്ങൾ മുമ്പാകെ വെക്കുന്നു. ഇതിൽ പറയുന്നത് എന്താണ്? യാ ബനി ആദമ ഇമ്മാ യഅതിയന്നകും റസുലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള റസൂൽമാർ നിങ്ങളുടെ അടുക്കൽ വരുന്നതായാൽ യഖുസ്സൂന അലൈക്കും ആയാതി,
എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന, മുമ്പ് മുഫസ്സിരിങ്ങൾ പറഞ്ഞ ഓർമ്മ വേണം, റസൂലുള്ളാഹിന്റെ ആ ശരീഅത്തിനെ വിശദീകരിക്കുന്ന, അതിനെ പിൻപറ്റുന്ന നബിമാർ. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നു, യഖുസ്സൂന അലൈക്കും ആയാതി, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന, ഫമനിത്തഖ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി വന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ആദം നബിയുടെ സംഭവം ഉണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ. അന്ന് ആദം നബിക്കും അള്ളാഹു അറിയിച്ചു കൊടുത്ത ഇതാണ്. എന്താ അറിയാമോ? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിഅന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ. ഇതാ ഇനി എന്നിൽ നിന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഹിദായത്ത് വരും, അപ്പോൾ അതിനെ നിങ്ങൾ പിൻപറ്റുക. ഇവിടെ ഇമ്മായത്തിയന്നക്കും, നിങ്ങൾക്ക് തീർച്ചയായും വരുന്നതായ നിങ്ങൾ പിൻപറ്റണമെന്ന് ആദം നബി മുതൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹിക്ക് ശേഷം ഇനി ആരുമില്ലെങ്കിൽ ഇവിടെ ഈ പാഠം പൂട്ടിവെക്കണ്ടേ? ഈ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യണ്ടേ? ഇനി ആരും തന്നെ വരില്ല എന്ന് പറയണ്ടേ? മറിച്ച് സഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഇതാ ഇനി ഇമ്മായത്തിയന്നക്കും റസൂലുൻ മിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നാൽ നിങ്ങൾ വിശ്വസിക്കണം. അമിനിത്തഖ വഅസ്ലഹ, തഖ്വ കൈകൊള്ളണം. പ്രവാചകന്മാർ പറയലിൽ വത്തഖുല്ലാഹ വഅതിഊനി എന്നുള്ളതാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക, കൈക്കൊള്ളുക, എന്നെ പിൻപറ്റുക. അങ്ങനെയുള്ളവർക്ക് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം, ഇങ്ങനെ എത്രയോ ആയത്തുകളുണ്ട്, അദ്ദേഹത്തിന് വലിയൊരു വിഷമമുള്ളൊരു കാര്യം ഞങ്ങൾ മൗദൂദി സാഹിബിന് എടുത്ത് പറയുമോ എന്നുള്ളതാണ്. അതായത് മീസാഖുൻ നബി എന്നുള്ള ആയത്ത്, 2 ആയത്തുകളുണ്ട്. അത് വിശദീകരിച്ച് പറയാം, കൂടുതൽ സമയം എടുക്കാതെ തന്നെ വിശദീകരിച്ച് പറയാം. അതിൽ അമാനിമാല് വേദ്യത ഇനി ഇവിടെ പറയുകയാണെങ്കിൽ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. സുമ്മ ജാഅക്കും റസൂലുൻ, ശേഷം നിങ്ങൾക്ക് റസൂൽ വന്നാൽ, മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെ ഉള്ളതിനെ സത്യപ്പെടുത്തുന്ന, വളരെ വ്യക്തമായി മുഫസ്സിരിൻ പറഞ്ഞ എല്ലാം കറക്റ്റ്. ലതുമിനുന്ന ബിഹി, നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുക തന്നെ വേണം. വല തൻസുറുന്നഹു, നിശ്ചയമായി നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം എന്നുള്ള കരാർ പ്രവാചകന്മാരോട് വാങ്ങി. എല്ലാ നബിമാരോടും വാങ്ങി. കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഈ കിതാബും ഹിക്മത്തും ഒക്കെ നിങ്ങൾക്ക് നൽകി, അതിനെ സത്യപ്പെടുത്തുന്ന റസൂൽ വന്നാൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ കരാർ പൊതുവിൽ പറയാറുള്ളത് ഇതെല്ലാം തന്നെ മുമ്പ് ഉള്ള പ്രവാചകന്മാരോട് വാങ്ങിയത്. കാരണം റസൂലുള്ളാഹിയോട് കൂടി ക്ലോസ് ആയല്ലോ. അപ്പൊ റസൂലുള്ളാഹിയോട് ഈ കരാർ വാങ്ങിയിട്ടില്ല. ചർച്ച അത്രയേ ഉള്ളൂ. കരാർ ഇതാണ്, റസൂൽ കിതാബും ഹിക്മത്തും നൽകി, ഇനി ഒരു നബി വന്നാൽ വിശ്വസിക്കണം എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരോടും വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മുമ്പുള്ള പ്രവാചകന്മാരോടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞ് തടി തപ്പാറുണ്ട്. അപ്പൊ ഞങ്ങൾ പറയും, അല്ല, ഈ കരാറ് റസൂൽ തിരുമേനിയോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചുകൂടെ? മൗദൂദി സാഹിബ് പറഞ്ഞു ഈ കരാർ റസൂൽ വാങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എടുക്കും സൂറത്തുൽ അഹ്സാബ് 33-ാം സൂറത്തിലെ 8-ാമത്തെ ആയത്ത് ഞങ്ങൾ എടുത്തു ഓതാറുണ്ട്. വൈദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക, ഞാൻ എല്ലാ പ്രവാചകന്മാരോടും, വൈദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും, പ്രവാചകന്മാരോട് അവരുടെ കരാർ വാങ്ങി, വമിൻക, നിന്നോടും വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയോട് അമാനിമാര് ചെയ്തത് എന്താണെന്നറിയാമോ? ഇവിടെ റസൂലുള്ളാഹി സൂറത്തുൽ അഹ്സാബിലെ 33-ാം സൂറത്തിലെ 8-ാമത്തെ ആയത്തിന് ചുവട്ടിൽ അമാനി മൗലവി അവറുകൾ എഴുതി, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി മറ്റു പ്രവാചകന്മാരോടും വാങ്ങിയ ആ കരാറ് സൂറ ആലിമ്രാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു നബി വന്നാൽ അതിന്റെ അർത്ഥവും കൊടുക്കുന്നുണ്ട് വിശദമായി. നിങ്ങൾ ആ തഫ്സീർ, അമാനി മൗലവി തഫ്സീർ എടുത്ത് വായിച്ചു നോക്കുക. വളരെ വ്യക്തമായി ഈ കരാറ് സൂറത്ത് ആലിമ്രാനിൽ പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞ് ഈ ആയത്ത് എഴുതുന്നു. അതിന് നിന്ന് കുറച്ച് ഡോട്ട് ഇട്ട് ഫുൾ ലാസ്റ്റിൽ എഴുതി ഫുൾ അർത്ഥം അദ്ദേഹം നൽകുന്നു. ഈ കരാറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് വാങ്ങിയത് എന്ന് അമാനി മൗലവി എഴുതിയിട്ടുണ്ട്. അത് പറയുമ്പോൾ വിഷമാ.
വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സുല്ലൈമാനൊരു തടി തപ്പിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹമല്ല, അബ്ദുസ്സലാം സുല്ലമി അവർകള്, അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന വലിയ അബദ്ധമാണെന്ന്. കാരണം അത് വ്യക്തമായി അമാനിമലയും മാത്രമല്ല എഴുതിയത്. അമാനിമലയൊക്കെ എവിടുന്നാ കിട്ടിയത്? നിങ്ങള് മക്കയിൽ നിന്നും സൗദി ഗവൺമെന്റ് ഇറക്കുന്ന വിശുദ്ധ ഖുർആൻ കരീം ഉറുദു ഭാഷം, അതിന്റെ വ്യാഖ്യാനം എടുത്ത് നിങ്ങൾ നോക്കുക. അവിടെയും സൂറ അഹ്സാബിലെ ഈ ആയത്തിന് അതിന്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട് സൂറ ആലിംറാനിൽ പറഞ്ഞിരിക്കുന്ന അതേ കരാറാണ് ഇത് എന്ന്. അമാനിമാർ ഇവിടുന്ന് കേരളത്തിൽ വിട്ടാൽ നിൽക്കൂല, ഗൾഫ് വരെ പോണ്ടി വരും. അവിടെയും പോയി നമുക്കിതെല്ലാം തിരുത്തേണ്ടി വരും. പക്ഷെ അത് വളരെ വ്യക്തമാണ്. കാരണം എന്താ അറിയോ? പ്രവാചകന്മാരുടെ മീസാക്ക് വിശുദ്ധ ഖുർആനിൽ ആകെ 2 സ്ഥലത്തേ ഉള്ളൂ. മീസാക്ക് എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ 25 സ്ഥലത്തുണ്ട്. ബനി ഇസ്രായേലോട് വാങ്ങിയ മീസാക്ക്, മറ്റുള്ളവരോട് വാങ്ങി, ഇങ്ങനെ മീസാക്കൾ പല മീസാക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ മീസാക്ക് 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് മീസാക്ക് എന്താണ് എന്ന്, കരാർ എന്താണ് എന്ന്, രണ്ടാമത്തത് ആരോടെല്ലാം വാങ്ങി. വളരെ ക്ലിയർ കട്ട്. അപ്പൊ ഈ എല്ലാ തന്നെ നമ്മളെ കയ്യിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി ഇവിടെ അന്ധകാരം വ്യാപിക്കും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു മഹാത്മാവ് വരും. മഹാത്മാവ് വരുന്നതിന് ഖാത്തമുൻ നബീൻ എന്നുള്ള ആയത്ത് തടസ്സമല്ല, ലാ നബിയ ബഅദി എന്ന ഹദീസും തടസ്സമല്ല. ഇനി വല്ലവർക്കും തന്നെ ഒരു ഇഷ്ടികയുടെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ, മസലി വ മസലുൽ അംബിയാഇ മിൻ ഖബലി, ഞാനും അതേപോലെ തന്നെ മുമ്പുള്ള പ്രവാചകന്മാരും അവർ തമ്മിലുള്ള ഉദാഹരണം. എല്ലാ പ്രവാചകന്മാരുടെയും ഉദാഹരണമാണോ? വളരെ ശ്രദ്ധിക്കുക ഹദീസ്. എല്ലാ പ്രവാചകന്മാരുടെയും ഉദാഹരണം ഒരു ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? മസലി എന്റെയും, വ മസലുൽ അംബിയാഇ മിൻ ഖബലി എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെയും ഉദാഹരണം എന്താണ്? കമസലി റജുലിൻ ഒരു വ്യക്തിയെ പോലെയാണ്. മുമ്പുള്ള പ്രവാചകന്മാരുടെ ഉദാഹരണം ഒരു വ്യക്തി, എന്റേതും ഒരു വ്യക്തി. 2 വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് എന്താണ്? മറ്റുള്ള പ്രവാചകന്മാരുണ്ടാക്കിയ ഒരു ഉന്നതമായ ബിൽഡിങ്. ഈ ഹദീസിനെ വളച്ചൊടിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പറ്റുന്ന സ്ഥാനത്തിന് പറ്റുന്ന ഇകഴ്ച എത്ര മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നു മുജാഹിദ് പ്രസ്ഥാനക്കാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ് എന്നാണ് ഞാൻ ഇതേ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ഹദീസ് വിവരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഓരോ നബി വന്ന്, അങ്ങനെ ആദം നബി വന്നു, ഒരു ഇഷ്ടിക വെച്ചു. നൂഹ് നബി വന്നു, രണ്ടാമത്തെ ഇഷ്ടിക വെച്ചു. ഇങ്ങനെ ഇഷ്ടിക വെച്ച് അവസാനം ഒരു ഇഷ്ടിക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇഷ്ടിക അതുപോലെ ആ ബിൽഡിംഗ് പൂർത്തിയായി. ഇവിടെ നമ്മളെല്ലാവരും പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ് സർവശ്രേഷ്ഠനായ പ്രവാചകൻ, ഖാത്തമുൻ നബിയീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ. എല്ലാ പ്രവാചകന്മാരെക്കാളും മിഅ്റാജിൽ ജിബ്രീലിന് പോലും പോകാൻ പറ്റാത്ത സിദ്റത്തുൽ മുൻതഹ കടന്നുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കിനി അങ്ങോട്ട് പ്രവേശനമില്ല, റസൂലുള്ള പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീലിന് എത്താൻ പറ്റാത്ത പ്രവാചകന്മാരെ എല്ലാം തന്നെ കയറിപ്പോയി. ആ പ്രവാചകന്മാരുടെ എല്ലാ സ്ഥാനം കഴിഞ്ഞു. അങ്ങനെ പിന്നീട് ജിബ്രീൽ മുഖേന പോകുന്നു. ജിബ്രീലിന് പോകാൻ കഴിയാത്ത അത്യുന്നതമായിരിക്കുന്ന ആത്മീയ മണ്ഡലത്തിലേക്ക് പോയ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ആ പ്രവാചകൻ അത്ര വലിയ സ്ഥാനമുണ്ട് എന്ന്. പക്ഷെ ഇവിടെ പ്രസംഗിച്ച എന്താ അറിയാം? ഇവിടെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അവിടെ എല്ലാം തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ സൗന്ദര്യം നിങ്ങൾ നോക്കേണ്ടത്. അഹ്സനഹു വഅജ്മലഹു, അതിമനോഹരമാണ് ആ ബിൽഡിങ്. റസൂലുള്ളാഹിനെ വെച്ചിട്ടില്ല കേട്ടോ. റസൂലുള്ളയാകുന്ന മൂലയിൽ ഒരു ഇഷ്ടിക മാത്രം ബാക്കിയുണ്ട്. അത് വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അത് ഇവിടെ കാറ്റ് കടക്കാനുള്ള ഒരു ഹോളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതാണ് ഇവർ പറഞ്ഞത്. ആ പ്രവാചകന്മാരുടെ ആ ഒരു ശ്രേണിയിൽ റസൂൽ തിരുമേനിയെ വെറും ഒരു മൂലക്കല്ലായി ചിത്രീകരിക്കുക. പക്ഷെ ഹദീസ് അങ്ങനെയല്ല. ഇവിടെ ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് എന്തിനാ റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് ഇകഴ്ത്തുന്നത്? എന്തിനു നിങ്ങൾ ഇകഴ്ത്തുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ തിരുമേനി മഹത്വം പറഞ്ഞു. അവര് കൊണ്ടുവന്ന ശരീഅത്തിനെ സംബന്ധിച്ച്, കാരണം മസലി വ മസലുൽ അംബിയാഇ മിൻ ഖബലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മലഹു. വളരെ വിശദമായി പറയുന്നുണ്ട്.
ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയും തനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരുടെയും അവർ കൊണ്ടുവന്ന ശരീഅത്തിനെ സംബന്ധിച്ചാണ്. ഇത് ഫത്വൽ ബാരി അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അത് ഞാനും പറയാം. എന്തുകൊണ്ടെന്നാൽ തൗറാത്ത്, നമ്മൾ ഖുർആൻ പൂർണ്ണമാണെന്ന് പറയാറില്ലേ, തൗറാത്തിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? തമാമൻ അലല്ലദി അഹ്സന വ തഫ്സീലൻ ലികുല്ലി ഷൈഇൻ, അത് സമ്പൂർണ്ണമാണ്, എല്ലാ കാര്യങ്ങളും അത് വിവരിച്ചിട്ടുണ്ട്, അതും തമാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി കൊണ്ടുവന്ന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, അവിടെയും തമാം അത്മംതു എന്നുള്ള വാക്ക് തന്നെ അല്ലാഹു ഉപയോഗിച്ചു. എന്താണ് റസൂൽ തിരുമേനിയും മറ്റു പ്രവാചകനും കൊണ്ടുവന്ന ശരീഅത്തിനുള്ള വ്യത്യാസം? തൗറാത്തിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല, വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു. അതുകൊണ്ടാണ് സർവസമ്പൂർണമാണ്, അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതിൽ ഒരു മാറ്റവും തിരുത്തലുണ്ടാവില്ല. ഇതിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വിശുദ്ധ ഖുർആൻ എന്നെന്നും നിലനിൽക്കും. ഇത് സർവസമ്പൂർണമാണ്. അതുകൊണ്ട് ഇനി ഒരു കിതാബിന്റെ ആവശ്യമില്ല, അതുകൊണ്ടൊരു ശരീഅത്ത് കൊണ്ടൊരു നബിയുടെ ആവശ്യമില്ല. റസൂലുള്ളാഹിയാണ് ശരീഅത്ത് കൊണ്ടുവന്ന അവസാനത്തെ നബി. ഇനി പുതിയൊരു മാറ്റത്തിനെത്തില്ല. എന്നാണ്. ഒന്നെങ്കിൽ ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നെങ്കിൽ അത് മറന്നു പോവുകയോ ദുർബലപ്പെടുകയോ ചെയ്താൽ അതിനേക്കാളും ഉത്തമമായതോ അതേപോലുള്ളത് കൊണ്ടുവരും. അതേപോലുള്ളത് വിശുദ്ധ ഖുർആൻ ഇവിടെ നിൽക്കും. അതിന് ഉത്തമമായത് കൊണ്ടുവരേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് പുതിയ ശരീഅത്തുള്ള നബി ഇവിടെ വേണ്ട. ഇത് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് അതേപോലെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്ത ആ വാഗ്ദത്ത മസീഹ് വന്നു, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, മറ്റു കാര്യങ്ങൾ മനസ്സിലായി പറയും, ഖുദാ റുസ്വാ കരേഗാ തുംകോ മൈ ഇസ്സത്ത് പാഊംഗാ. ഹദ്റത്ത് മിർസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്, അള്ളാഹു നിങ്ങളെ നിന്ദ്യരാക്കും, ഞാൻ അഭിമാനിതനായിത്തീരും, ബഹുമാന്യനായിത്തീരും. സുനോ ഏ മുൻകിറോ അബ് യേ കറാമത്ത് ആനെ വാലി ഹേ, ഈ ഒരു കറാമത്തും എന്റെ എതിരാളികളെ കാണുക. അദ്ദേഹം പറയുന്നു, മൈ വോ ദറഖ്ത് ഹും ജിസ്കോ മാലികെ ഹഖീഖിനെ അപ്നെ ഹാത്ത് സെ ലഗായാ ഹേ, ഞാൻ അള്ളാഹു അവന്റെ കരങ്ങളാൽ നടപ്പെട്ട ചെടിയാണ്. എന്നെ നഷ്ടപ്പെടുത്തുക, എന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നല്ലതല്ല. ബേബോസം ആയാഹും, ആ ആവശ്യമില്ലാത്ത കാലത്തല്ല ഞാൻ വന്നത്. ആവശ്യമില്ലാത്ത കാലം ഞാൻ പോവുകയുമില്ല, കറക്റ്റ് സമയത്താണ് ഞാൻ വന്നത്. ഹുദാസേമത്തിലടോ, അള്ളാഹുവിനോട് നിങ്ങൾ യുദ്ധത്തിന് പോയി ഇറങ്ങണ്ട. മുജേ തബാക്കരോ, എന്നെ നശിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ല എന്നുള്ളത്. അള്ളാഹുവിന്റെ ഒരു വരിഷ്ഠദാസം വന്നുകൊണ്ട് റസൂൽ തിരുമേനി പ്രവചനം ചെയ്ത പ്രവചനങ്ങൾ എന്നിൽ പുലർന്നു, നിങ്ങൾ പറയുന്നത് പോലെ പുലർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വരിക, അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്കും പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുള്ള ആ ഒരു സ്നേഹം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നിക്കാം, ഒന്നാകാം. റസൂൽ തിരുമേനി പറഞ്ഞതുപോലെ കറുത്തവരും വെളുത്തവരും തമ്മിൽ വ്യത്യാസമില്ലാതെ, അറബിയും അജമിയും തമ്മിൽ വ്യത്യാസമില്ലാതെ ഒന്നായി ചേരാം, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കാം, മാനവ സമൂഹത്തിന്റെ നന്മക്കായി നമുക്ക് പ്രവർത്തിക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.